നമസ്കാരം. കേരളത്തിൽ താലിബാനിസമുണ്ടെന്ന് സമ്മതിച്ച PK ശ്രീമതി ടീച്ചറെ കണ്ടുപഠിക്കണം മറ്റു സഖാക്കളും ഗോവിന്ദനുമൊക്കെ. പണ്ട് അഭിമന്യു ക്യാമ്പസിൽ കുത്തേറ്റ് മരിച്ചപ്പോൾ ഒരു തീവ്രവാദ സംഘടന എന്നല്ലാതെ SDPI എന്ന് പറയാൻ ഭയന്നവരാണ് ഡോക്ടറേറ്റുള്ള ചിന്ത മുതൽ ലുട്ടാപ്പി സാഹിബ് വരെ. കണ്ണൂർ പറമ്പായിൽ റസീന എന്ന വീട്ടമ്മ ആത്മഹത്യ ചെയ്യാനിടയായത് SDPIക്കാരുടെ ആൾക്കൂട്ട വിചാരണയിൽ അപമാനിതയായിട്ടാണെന്നാണ് ശ്രീമതി തുറന്നടിച്ചത്. വല്ലാത്തൊരു ധൈര്യം തന്നെ ടീച്ചർക്ക്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ ശ്രീമതിക്ക് തിരുത്തി പറയേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ശ്രീമതി ദേശീയ വിഷയങ്ങളല്ലാതെ കേരളത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു പോകരുതെന്ന് പിണറായി പറഞ്ഞത് മറന്നിട്ടാണോ ഈ കാച്ചൽ? മുടി പോയിട്ട് നഖം പോലും പുറത്തു കാണിക്കാതെ നടന്നുകൊള്ളണം മുസ്ലിം സ്ത്രീകൾ എന്നതാണ് SDPIക്കാരുടെ തിട്ടൂരമെന്നും ഇത് താലിബാനിസത്തേക്കാൾ തീവ്രവാദമാണെന്നും ടീച്ചർ പറഞ്ഞു. ഗോവിന്ദനോ റിയാസിനോ സ്വരാജിനോ ഇല്ലാത്ത നട്ടെല്ലിൻ്റെ കനം എങ്ങനെയുണ്ടായി ഈ ശ്രീമതിക്ക്? അതെന്തായാലും റസീനയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുകയാണ്. 40കാരിയായ റസീനയ്ക്ക് 3 മക്കളാണുള്ളത്. ഭർത്താവാണെങ്കിൽ വിദേശത്തും. അടങ്ങി ഒതുങ്ങി വീടിനുള്ളിൽ കഴിയേണ്ട റസിയ അതാ വഴിയോരത്ത് കാറിൻ്റെ അരികിൽ അപരിചിതനായ ഒരു യുവാവുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. വിവരമറിഞ്ഞിട്ടോ എന്തോ 3 ബൈക്കുകളിലായി വന്ന സംഘം ഇവരെ വളഞ്ഞു വെച്ച് ചോദ്യം ചെയ്തു. ഭർത്തൃമതിയായ ഒരു സ്ത്രീ ഭർത്താവില്ലാത്ത നേരത്ത് അന്യപുരുഷനുമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടാൽ നേരാങ്ങളമാർക്ക് സഹിക്കുമോ? രണ്ടിനെയും വളഞ്ഞ് പിടികൂടി. യുവതിയെ ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞു വിട്ടു. യുവാവിനെ പിടികൂടി SDPIയുടെ ഓഫീസിൽ കൊണ്ടുപോയി. ടാബും ഫോണുമൊക്കെ കൈക്കലാക്കി. പ്രധാനപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും എത്തി. 5 മണിക്കൂർ നീണ്ട വിചാരണയ്ക്കൊടുവിൽ യുവാവിനെയും ബന്ധുക്കളെ വരുത്തി പറഞ്ഞു വിട്ടു. തികച്ചും മാതൃകാപരമായി ബന്ധുക്കളെ വരുത്തി ജാമ്യത്തിൽ വിടാനുള്ള അവരുടെ മനസ്സ് കാണാതെ പോകരുത്. ഇതിൻ്റെ പേരിൽ മാനസികമായി തകർന്ന റസീന ആത്മഹത്യ ചെയ്തു. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നതിനിടയിലാണ് അവൾ എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടുന്നത്. തൻ്റെ മരണത്തിന് കാരണക്കാരായവരുടെ പേരുവിവരം അവൾ അതിൽ പറയുന്നുണ്ട്. അവരാണിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എന്നാൽ റസീനയുടെ മാതാവ് പറയുന്നത് കഴിഞ്ഞ കുറേ നാളായി മകൾ ഈ യുവാവുമായി പ്രണയത്തിലാണെന്നും അവൻ ചതിയിലൂടെ 40 പവനോളം തട്ടിയെടുത്തു എന്നുമാണ്. മകൾ മരണപ്പെട്ടതിൻ്റെ സങ്കടത്തേക്കാൾ അറസ്റ്റിലായ ചെറുപ്പക്കാരെ ഓർത്താണ് ആ ഉമ്മയുടെ സങ്കടം. SDPI ഓഫീസിൽ ആൾക്കൂട്ട വിചാരണ ചെയ്തു എന്ന് പറയുന്ന സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത് കണ്ടാൽ തികഞ്ഞ അച്ചടക്കത്തിലും സമാധാനപരമായിട്ടും മാന്യമായി നടക്കുന്ന മധ്യസ്ഥ ചർച്ച പോലെ തോന്നുകയുള്ളൂ. അവിടെ ഒരു ആൾക്കൂട്ട വിചാരണയുടെ ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായില്ല. സാധാരണ സദാചാരവാദികൾ പിടികൂടുന്നവന്മാരെ അറഞ്ചം പുറഞ്ചം 2 പൊട്ടീര് കൊടുത്ത് പറഞ്ഞു വിടുന്നതാണ് പതിവ്. പക്ഷേ ഇയാളെ അങ്ങനെ പറഞ്ഞു വിടാതിരുന്നത് അയാൾ അപഹരിച്ച 40 പവൻ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങണമെന്ന ഉദ്ദേശം കൊണ്ടല്ലേ? അതുമല്ലെങ്കിൽ 3 കുട്ടികളുടെ അമ്മയായ വീട്ടമ്മയെ ഇനി മേലിൽ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുതെന്ന്, അവരുടെ കുടുംബജീവിതം തകർക്കരുതെന്നും പറയാനല്ലേ? അതിനല്ലേ അവൻ്റെ ബാപ്പയെ വരെ വിളിച്ചു വരുത്തിയത്? ഫോൺ പിടിച്ചെടുത്തതോടെ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ ബോധ്യമായിട്ടുണ്ടാകണം. പുരോഗമനവാദികൾ ചോദിക്കുന്നത് എന്തിന് SDPIക്കാർ ഓഫീസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു, ഈ നാട്ടിൽ പോലീസും കോടതിയും ഇല്ലേ എന്നാണ്. സമൂഹത്തിലും കുടുംബങ്ങളിലും നടക്കുന്ന പകുതി പ്രശ്നങ്ങളും മധ്യസ്ഥ ചർച്ചകളിലൂടെയും 2 പൊട്ടിക്കലിലൂടെയുമാണ് പരിഹരിക്കപ്പെടുന്നത്. മറിച്ച് എല്ലാവരും തള്ളിക്കയറി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കടലാസും കോടതികളും ചില്ലറയൊന്നും പോരാ. ഇത്തരം മധ്യസ്ഥ ചർച്ചകൾ ഏതു രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലാണ് നടക്കാത്തത്? ഒറ്റ ദിവസം കൊണ്ട് അവർ വിസ്താരം പൂർത്തിയാക്കി വിധിയും പുറപ്പെടുവിക്കും. വസ്തു ഇടപാടിന് മുതൽ അവിഹിതത്തിനും കത്തിക്കുത്തിനും കൊലപാതകത്തിനും വരെ മധ്യസ്ഥത വഹിക്കുന്നവരാണ് ഈ നാട്ടിലെ CPMകാർ. അവർക്ക് സ്വന്തമായി പോലീസ് സ്റ്റേഷനും കോടതിയും ഉള്ളതുപോലെ SDPIക്കാർക്കുമുണ്ട് കോടതിയും പോലീസുമൊക്കെ. പിടികൂടപ്പെട്ട ചെറുപ്പക്കാരനെ കെട്ടിയിട്ടോ മുറിയിലിട്ടോ തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. 21 വയസ്സുള്ള ആ യുവാവിൻ്റെ ഫോട്ടോയുമില്ല, പേരുമില്ല. അവനാണെങ്കിൽ മുങ്ങിയിരിക്കുകയാണ്. ഇത്ര സത്യസന്ധനായ യുവാവാണെങ്കിൽ അവൻ എന്തിനാണ് മുങ്ങിക്കളഞ്ഞത്? എല്ലാ സത്യങ്ങളും പോലീസിനോട് പറയാമായിരുന്നു. റസിയ മാനക്കേടോർത്ത് ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ പുറം ലോകം അറിയാതെ കാമുകൻ 40 പവനും തിരിച്ചു കൊടുത്ത് സ്ഥലം കാലിയാക്കുമായിരുന്നു. ഇവിടെ പെറ്റതള്ള പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പ്രതികളായ ചെറുപ്പക്കാരുടെ ഇടപെടൽ തീവ്രവാദ സ്വഭാവമുള്ളതല്ല. പക്ഷേ ആത്മഹത്യ ചെയ്ത റസിയയുടെ കുറിപ്പിലെ പേരുവിവരം പോലീസ് അവിശ്വസിക്കേണ്ടതുമില്ല. തൻ്റെ 40 പവനോളം കാമുകൻ അപഹരിച്ചുവെന്നോ തന്നെ ചതിച്ചെന്നോ റസിയ പറയുന്നുമില്ല. പകരം അപമാനമുണ്ടാക്കിയ സദാചാര പോലീസിൻ്റെ പേരാണ് അവൾ എഴുതി വച്ചിരിക്കുന്നത്. സംഭവം നടന്ന ശേഷം വീട്ടിലെത്തിയ റസിയ അതിലും വലിയ വിചാരണ നേരിട്ടിട്ടുണ്ടാകണം.
ഈ സംഭവങ്ങളെല്ലാം വിദേശത്തുള്ള ഭർത്താവും അറിഞ്ഞിട്ടുണ്ടാകണം. ഇവിടെ മരിച്ച റസിയായെ വിശ്വസിക്കണോ മാതാവിൻ്റെ മൊഴി വിശ്വസിക്കണോ? തൻ്റെ മകൾ മറ്റൊരു യുവാവിൻ്റെ പ്രണയച്ചതിയിൽ പെട്ടു എന്ന് വെറുതെ ഒരമ്മ ആരോപണം ഉന്നയിക്കുമോ? എന്തായാലും ശ്രീമതി ടീച്ചർ ഈ വിഷയത്തിൽ കയറി പ്രതികരിച്ച് തൂങ്ങാൻ പോവുകയാണ്. പിണറായി തമ്പുരാൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊരു താലിബാനിസവും ആൾക്കൂട്ട വിചാരണയും നടന്നു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ആൾക്കൂട്ട വിചാരണയ്ക്ക് ഒട്ടും മോശമല്ലാത്തൊരു പാർട്ടിയുടെ വക്താവാണല്ലോ ശ്രീമതി ടീച്ചർ എന്ന് ഓർക്കണം. അവരാണ് ശരിക്കും താലിബാനിസത്തിൻ്റെ ലക്ഷണമൊത്ത വിചാരണ നടത്തി ഒരു യുവാവിൻ്റെ കഥ കഴിച്ചത്. ഈ സദാചാര പോലീസിങ് എല്ലാ മതത്തിലുമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്, സമുദായങ്ങളിലുമുണ്ട്. ഒരാണും പെണ്ണും വഴിയരികിൽ നിന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ നടന്ന സംഭവം എന്നതിനപ്പുറം കുറേ ദുരൂഹതകളും ഈ സംഭവത്തിലുണ്ട്. റസിയയുടെ മരണത്തോടെ മുങ്ങിയ ആൺ സുഹൃത്തിനെ പോലീസ് പൊക്കിയാലേ സത്യങ്ങൾ വെളിവാകും. അതുവരെ ശ്രീമതി ടീച്ചർ ഒന്നടങ്ങണം. താലിബാനിസത്തെയും ഹമാസിനെയും ഒന്നും ഇങ്ങോട്ട് വെറുതെ ക്ഷണിച്ചുകൊണ്ട് വരരുത്.